റെസിപ്പി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ തമ്മനയിലാണ് ഇപ്പോൾ പിടിയിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ അമ്മച്ചി സ്പെഷ്യൽ തന്നെയാണ് കേട്ടത്. ബീഫ് കറി എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഗ്രേവി ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. അടിപൊളി റെസിപ്പിയാണത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവും. പിന്നെ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെയാണ് കഴിച്ചത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ വീറ്റ് പൊറോട്ടയുടെ കൂടെയാണ് എടുത്തത്. നിങ്ങൾക്ക് അത് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നല്ല നെയ്യുള്ള ബീഫാവാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഈ കറി വെക്കുമ്പോൾ രുചി കിട്ടുള്ളൂ. നെയ്യില്ലാത്ത ബീഫാണെങ്കിൽ നിങ്ങൾ തേങ്ങ കൊത്തിട്ട് വരട്ടുകയാണ് നല്ലത്. നെയ്യുള്ള ബീഫാണെങ്കിലാണ് ഇങ്ങനെ ചാറ് കറി വെക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അമ്മച്ചി സ്പെഷ്യൽ നല്ല ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പിന്നെ 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 ഒരു കാര്യം കൂടി ഉണ്ട്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തെങ്കിലും ഉണ്ടായി പറക്കാനില്ല, അത്രേനേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ, അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് കറി തയ്യാറാക്കാൻ നോക്കാം, അമ്മച്ചി സ്പെഷ്യൽ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ ഞാൻ നമ്മുടെ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കണേ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ പാത്രത്തിൽ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. മുളക് പൊടി ഞാൻ 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്, ചാറോട് കൂടിയിട്ട്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ട, നല്ല എരിവ് കഴിക്കാത്തവരാണെങ്കിൽ 3 ടീസ്പൂൺ വരെ എടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, അതാണ് ഇതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. മുളകും മല്ലിയും 2 എണ്ണം മാത്രമേ ഉള്ളൂ. നല്ല ഒന്ന് മൊരിയിച്ചെടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം എപ്പോഴും ചെയ്യണ പോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുടെ പിന്നാലെ തന്നെ നമുക്കൊരു കരുണി ചേർത്ത് കൊടുക്കാനുണ്ട്. പച്ചമുളക്, എരിവുള്ള പച്ചമുളക്, ഇത് എങ്ങനത്തെ വണ്ണമില്ലാത്ത കനം കുറഞ്ഞ പച്ചമുളക് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അങ്ങനത്തെ പച്ചമുളക്. പിന്നെ ഇതിനെ ഇറച്ചിമുളക് എന്നാ പറയാം ഞങ്ങളുടെ അവിടേക്കൊക്കെ. ബജ്ജി മുളകിനെക്കാട്ടി ഇനി ഇച്ചിരി കൂടി വണ്ണം കുറഞ്ഞിട്ട് അങ്ങനത്തെ. ഇതിന് എരിവ് ഉണ്ടാവില്ല. അതൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ കറികളിൽ ചേർത്ത ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പൊ ആ ഇറച്ചിമുളക് ഒരു 3-4 എണ്ണം, സാധാ എരിവുള്ള പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ പച്ചമുളക് അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നേരത്ത് നമുക്ക് ഇതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കണം. ചുമന്നുള്ളി ഒരു 1 2 3 4 5 6 7 8 9 10 11 ഒരു 12 എണ്ണം വരെയൊക്കെ ആവാം ചുവന്നുള്ളി. അങ്ങനെ കേട്ടോ, അരിയൊന്നും വേണ്ട, തൊലി കളഞ്ഞാൽ മാത്രം മതി. ചുവന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ നേരത്ത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സവോള, ഒരു സവോളയാണ് കേട്ടോ എടുത്തേക്കണം, അധികം വേണമെന്നില്ല. ഒരു സവോള അരിഞ്ഞത്, വലിയ സവോളയാണെങ്കിൽ പകുതി മതി കേട്ടോ. അപ്പൊ അതെ നമ്മുടെ സവോളയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ നേരത്തത് 4 അല്ലി വെള്ളുള്ളി ചതച്ചതും, പിന്നെ അതുപോലെ ഈ ഒരു നീളമുള്ള, അതായത് 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അത് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സവോള നന്നായിട്ട് വഴണ്ടി കിട്ടണ്ട നമുക്ക്. ഇറച്ചി വരട്ടണയിലേക്ക് ചെയ്യണ പോലെ ആവണ്ട, ചാറ് കൂട്ടാനല്ലേ. അപ്പൊ അത് ഇത്ര മാത്രം അങ്ങനെ ആയി കിട്ടിയാൽ മതി. അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് ഇനി നമ്മുടെ ബീഫ് ഞാനിവിടെ ഓൾറെഡി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും പെരിഞ്ചീരകം ഒരു 1/4 ടീസ്പൂണും ചേർത്തിട്ട് ബീഫ് വേവിച്ച് വെച്ചാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ ബീഫാണ് കേട്ടോ ഉള്ളത്. ഒരു 1/2 കിലോ ബീഫുണ്ട്. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ, കാരണം നമുക്ക് ചാറ് കൂട്ടാനാണല്ലോ വേണ്ടേ. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. മഞ്ഞളും പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂണ്, പിന്നെ ഉപ്പും ഇത്ര മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല നെയ്യുള്ള ബീഫ് എടുക്കാൻ നോക്കുക കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ചാറ് കൂട്ടാന്. ഇനി തീയൊന്നും എല്ലാം കൂട്ടി വയ്ക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പൊടി, മുളക് പൊടി മല്ലിപ്പൊടി മൂപ്പിച്ചത് നല്ല കളറാവണം കേട്ടോ, എന്നാലാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക കളർ കിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനിയിപ്പോ ഇതില് ചാറ് അത്ര ഇല്ലല്ലോ, നമുക്ക് ചാറ് വേണ്ട, ചാറ് കൂട്ടാനല്ലേ. ഇപ്പൊ ഇതേ കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂട്ടാട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിടുന്ന കറിയിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ കളറ് പോവും അതിന്റെ. നമ്മൾ ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ, ഇങ്ങനെ പൊടികൾ വറുത്ത കറിയിലേക്ക് ചൂടുവെള്ളം ചേർക്കുകയാണെങ്കിൽ ഇത്തിരി നല്ല കളർ കിട്ടുന്ന പറയുക ശരിക്കും. നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടായാൽ മതി. ആ ചൂടായിട്ടുള്ള വെള്ളം നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം.
നല്ലോണം ഇളക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത്. നമ്മുടെ മെയിൻ സ്റ്റാറാണ്. ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു പകുതി തേങ്ങയുടെ കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇച്ചിരി കനത്തിൽ ഇങ്ങനെ ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട്. ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നല്ലോണം തേങ്ങ ചേർക്കണം കേട്ടോ. തേങ്ങ കൊത്ത് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് ചെയ്യാം. ആ തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നതിന് 2 പിടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് കൈ കൊണ്ട് 2 പിടി ഇട്ടാൽ മതി. ഇവിടെ എത്രയും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ശർക്കര കൂട്ടി അടിക്കാം. നല്ല ടേസ്റ്റാണ് ശർക്കര കൂട്ടിയിട്ട് തേങ്ങ കൊത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ കഴിക്കാൻ നല്ല രസമാട്ടോ തേങ്ങ. ഈ നേരത്ത് നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടാവും നമ്മുടെ മസാലയിലേക്ക്. ആ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ ഇതേ ഒരു കുഞ്ഞു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കേട്ടോ. വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതി. ഇതിലേക്ക് അധികം തക്കാളിയുടെ ആവശ്യമില്ല. ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെത്തിയിട്ട് മുറിച്ചട്ടോ ചെത്തായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെത്തിയിട്ടാണ് ഇട്ട് കൊടുക്കണേ. അപ്പം നമ്മുടെ കറി കണ്ടോ നല്ല തിളച്ച് അതിലത്തെ നെയ്യൊക്കെ നല്ലോണം ബീഫൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ മതിയാവും. ഞാൻ കുറച്ചതിൽ ചേർത്ത് പോയിട്ടോ, കാണിക്കാൻ വിട്ടുപോയി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനമായിട്ട് ഒരു സാധനം കൂടി ഉണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ. അവിടെ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കണോണ്ടാട്ടോ ഈ വെളുത്തിട്ടിരിക്കണേ. ഒരു ടീസ്പൂണൊക്കെ മതി. ഒരു പ്രത്യേക മണ്ണാണ് ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ. ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മൂടി വയ്ക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ പണി. നല്ല അടിപൊളി ബീഫ് കറി. ഇതാണ്. തരി ചാറ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കട്ടെ കേട്ടോ. നല്ല ചൂടുണ്ട്. ഓഹോ നല്ല സ്പൈസി ആയിട്ടും അടിപൊളി ചാറ്. പൊറാട്ടയുടെ കൂടെ ഒന്നും പറയണ്ട, പൊളിക്കും. അപ്പം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇത് തേങ്ങ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊത്താൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചാൽ ബാക്കിയാണ്. ഇതെൻ്റെ കെട്ടിയവനാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പരിപാടി. ഒരു കഷ്ണം തേങ്ങ കടിക്കുക. തൊട്ട് പിന്നാലെ നമ്മൾ ശർക്കരയാണ് കഴിക്കുക. എന്താ കോമ്പിനേഷൻ എന്നറിയോ? എന്തിനാ വേറെ കുറെ പലഹാരമൊക്കെ തിന്നാൻ ഒരു 2 തേങ്ങ വരെ വേണമെങ്കിൽ തിന്നാൻ പറ്റും. എന്തൊരു സ്വാദ് നമ്മുടെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി പിടിയിട്ടുണ്ടാവും. ഓൾറെഡി തമ്പനയിൽ കണ്ടു. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ സെയിം കുപ്പായം തന്നെയായിട്ട് ഇന്നിട്ടേക്കൺ കുപ്പായോ ഡ്രസ്സ് കച്ചറ വാക്കുകളോ വരുള്ളൂ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവും. നല്ല കിടിലൻ അമ്മച്ചി സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ചാറായിട്ട് വയ്ക്കണ പോത്തുകറി. ബീഫ് കറി എന്ന് പറയും. പോത്തുകറി. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്കത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിത്രൂസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.